ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എക്സാമിൻ്റെ റിവ്യൂ പ്ലസ് എനിക്കൊരു ആൻസർ ഷീറ്റ് കിട്ടി, ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഹിന്ദി എക്സാം കഴിഞ്ഞ് ഉടനെ ഇടാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ എക്സാം കഴിഞ്ഞിങ്ങോട്ട് വന്ന് 1 മണിക്കുള്ളിൽ തന്നെ മാക്സിമം ഇടാറുണ്ട് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്, അല്ല അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഇടാൻ പറ്റിയില്ല. ഇന്നിപ്പോഴാണ് സമയം കിട്ടുന്നത് ഇടാൻ. നേരത്തെ ഞാൻ വന്നിട്ട് എടുത്ത് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വോയിസ് ഓവർ കൊടുത്തതിനകത്ത് സൗണ്ട് ഇല്ല. അതുകൊണ്ട് ഒന്നുകൂടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്താണ് ഇന്ന് താമസിച്ചെന്നുള്ള കാര്യം പറയാം. അപ്പം 3:45 വരെ ഞങ്ങൾക്ക് സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഞങ്ങൾക്ക് റെക്കോർഡ് ടൈട്രേഷൻ്റെത് പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാനും, അതുപോലെ കെമിസ്ട്രിയുടെ പേപ്പറാണ് കിട്ടിയത്. കെമിസ്ട്രിയുടെ പേപ്പറിൻ്റെ മാർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുള്ളുണ്ട് ഗൈസ്, ഫുൾ. പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ കാണിക്കാം. തൊട്ട് മുകളിൽ വരെ കാണിക്കത്തുള്ളൂ, കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേരൊക്കെ ഉണ്ട്. 60 ഉണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കെമിസ്ട്രി എഴുതിയെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഞാൻ ഫുള്ള് പ്രതീക്ഷിച്ചില്ല. തെറ്റിയതിന് വരെ ഞാൻ ഓറൊക്കെ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കിട്ടിയത്. ഇതുപോലെ എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ മാത്സ് ടീച്ചർ പറഞ്ഞു മാത്സ് ബെസ്റ്റ് മാർക്കാണ് കിട്ടിയേക്കുന്നത്. അതും മറ്റന്നാൾ ഇതുപോലെ ലാബിൻ്റെ, നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ വരുമായതുകൊണ്ട് എല്ലാത്തിൻ്റെ ലാബിൻ്റെത് എടുക്കുന്നുണ്ട്. അപ്പം അത് ലാബിൻ്റെ എടുക്കാനായിട്ട് മറ്റന്നാൾ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും മാത്സിനെയും തരാൻ സാധ്യതയുണ്ട്. അത് ബെസ്റ്റ് മാർക്കാണെന്ന് പറഞ്ഞേക്കുന്നത്. കിട്ടും അറിയാനും ബാക്കി മാത്സും ഫിസിക്സും കൂടെ ഉള്ള എനിക്കിനി ഒരു പേടി. ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലാണെങ്കിലും വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജൊക്കെ ഞാൻ ഫിസിക്സിൻ്റെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫിസിക്സിൻ്റെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ. ഫിസിക്സിൻ്റെ എഴുതി, പക്ഷേ കറക്റ്റായിരുന്നു. അതിന് മാർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് സാറത് പറഞ്ഞു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അങ്ങനെ എപ്പോഴും ചോദിക്കുന്നതല്ല, പക്ഷേ ഈ വട്ടം ചോദിച്ചേക്കുന്നതല്ല. കുറേ നാളായിട്ട് എക്സാമിന് ചോദിക്കാത്ത ഭാഗങ്ങൾ ഇന്ന് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഇനി ഹിന്ദിയിലേക്ക് വരാം. ഹിന്ദിയിൽ ഇന്നത്തെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു, എല്ലാം എഴുതാൻ പറ്റി. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. ആറാമത്തേത് എനിക്ക് ചെറിയൊരു സംശയം വന്നു. കിസ്കി സുരക്ഷ എന്നുള്ളത് ആരെ പറ്റിയിട്ടാണോ, അതായത് ആ പുള്ളിക്കാരിയെ പറ്റിയിട്ടാണോ എഴുതേണ്ടത്, അതോ എന്തിൽ നിന്ന് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങിയെന്നാണോ എഴുതേണ്ടതെന്ന് ഞാനത് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ടീച്ചർ തന്നെയായിരുന്നു, ഹിന്ദി ടീച്ചർ തന്നെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ഇൻവിജിലേറ്ററായിട്ട് നിന്നത്. അതുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു എന്തിൻ്റെ സുരക്ഷയാൽ കിടന്നുറങ്ങി എന്നുള്ള കാര്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ മസരി എന്ന് എഴുതി. ഏഴാമത്തേതാണെങ്കിലും ഓക്കെ, അതൊക്കെ നമ്മുടെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ആ ഒരു തന്നേക്കുന്ന ഒരു കവിത തന്നെ ഉള്ളതായതുകൊണ്ട് അതൊക്കെ എഴുതി. കവിതാംശ ടിപ്പണി നമുക്കറിയാമല്ലോ, സ്ഥിരം കവിതകളിൽ ഒരു കവിതയുടെ ടിപ്പണി ചോദിക്കും, ഒരു പദ് ചോദിക്കും, അതുപോലെ ഒരു ഹൈക്കു ചോദിക്കും എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചായിരുന്നു. ഒമ്പതാമത്തേത് ഒരു ഹൈക്കു അല്ല, പതിനകത്തെ 2 സെൻറ്റൻസ് തന്നിട്ട് യശോദ എന്തുകൊണ്ടാണ് സ്വയം മറന്നു നിന്നത്, ആ ഒരു ചോദ്യം ചോദിച്ചു. 10ഉം 11ഉം നമുക്കൊരു പുതിയ 2 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പക്ഷേ നേരത്തെ ഞങ്ങളുടെ അടുത്ത് ടീച്ചർ പറഞ്ഞിരുന്നു +1 ഇതുപോലൊരു ചോദ്യം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു, 2 എണ്ണം. അത് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടായിരുന്നു എക്സാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ, എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എക്സാമുകൾ നടക്കുന്ന സമയത്ത്. അപ്പം ഇന്നലെ ഞാനത് നോക്കിയിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ ഇത് എഴുതാൻ പറ്റി. ഇത് 10ാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജേ ബഡി ഭലി ലഗി എന്ന് പറഞ്ഞാൽ അത് അടുപ്പിച്ചാണ് തന്നേക്കുന്നത്. അത് നമ്മൾ അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതണം. മുജേ സെപ്പറേറ്റ്, ബഡി സെപ്പറേറ്റ്, ഭലി സെപ്പറേറ്റ്, ലഗി സെപ്പറേറ്റ്, അത് അങ്ങനെ എഴുതണം. അതൊരു സെൻറ്റൻസ് ആക്കി എഴുതുക എന്നുള്ളതാണ് ടാസ്ക്. അതിന് 2 മാർക്ക് കിട്ടി. പിന്നെ 11ാമത്തെന്ന് വെച്ചാൽ അത് കോനും കഹാനും ചേർത്തത് 2 ക്വസ്റ്റ്യൻ ആക്കുക. കോൻ ചെയ്യുന്നിടത്ത് ലേഖകൻ്റെ അവിടെ കോൻ കൊടുക്കുക. കോൻ വിശ്വ ഹിന്ദി സമ്മേളനമേ ഭാഗ് ലേനെ കെ ലിയെ സുരീനാം പഹുഞ്ചേ. കഹ എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത് ലേഖക് വിശ്വ ഹിന്ദി സമ്മേളനമേ ഭാഗ് ലേനെ കെ ലിയെ കഹാ പഹുഞ്ച്, അങ്ങനെയാണ് എഴുതേണ്ടത്. കഹായും കോനും അവിടെയുള്ള ആളിനും വസ്തുവിനും പകരം ചേർക്കുക. അതാണ് അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. കോൻ വെച്ചൊരു ക്വസ്റ്റ്യൻ, കഹാ വെച്ചൊരു ക്വസ്റ്റ്യൻ. അത് ടീച്ചർ തന്നതുകൊണ്ട് അത് എഴുതി, ഇല്ലെങ്കിൽ അതൊരു സംശയമായിട്ട് കിടന്നേനെ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദോസ്തിയെ പറ്റി. ആ ദോസ്തിയെ പറ്റിയുള്ളൊരു ടിപ്പണി എഴുതാൻ. സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൊക്കെ തന്നെ ഈ വട്ടം ചോദിച്ചത് കുറച്ച് വലിയ മാർക്കിനുള്ളതൊക്കെ. പിന്നെ ജീവൻ വൃത്ത്, സ്ഥിരം ജീവൻ വൃത്ത് നമുക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ഇംഗ്ലീഷിന് പ്രൊഫൈലൊന്നും ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലായിരുന്നു ജീവൻ വൃത്തൊന്നും വരുമെന്ന്. പക്ഷേ ജീവൻ വൃത്ത് ഹിന്ദിക്ക് വന്നു എന്തായാലും. 14ാമത്തേത് ഹൈക്കുവും ചോദിക്കുന്നതാണല്ലോ. 15ാമത്തേത് നമുക്ക് 2 ചരിത്രപര ടിപ്പണിയാണ് ചോദിക്കാറ്. ബാദ്ഷാ ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ മറ്റേ രാജ്വന്തി, അവരുടെ 2 പേരെയാണ്. അപ്പം ഈ വട്ടം ബാദ്ഷാ ബഹദൂർ ഷാ സഫർ ചോദിച്ചു. അതുകൊണ്ട് രാജ്വന്തി നമുക്ക് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നോക്കി വെക്കാം. ഇതും നോക്കണം, അതും നോക്കണം. പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ, വേറെ ക്യാരക്ടേഴ്സ് അങ്ങനെ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു, കാണും. പിന്നെ 16ാമത്തേത് എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്, അതെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഹറേക്ക്
ഹരേക് ആങ്ക് സെ ആൻസു മിറ്റ് ജായയാണോ അതോ സ്വതന്ത്രത കലിയാണോ? അതുകൊണ്ട് ഞാൻ രണ്ടും എഴുതി. ഹരേക് ആങ്ക് സെ ആൻസു മിറ്റ് ജാനെ കലിയ ഓർ സ്വതന്ത്രത കലിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 17ാമത്തേത് അത് സംശയപ്പെടും. ഇത് ഞങ്ങൾക്ക് യൂണിറ്റ് എക്സാമിന് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ അത് സംശയം എഴുതിയിട്ടുണ്ട്. 18ാമത്തേത് പദ്, ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ സ്ഥിരം ചോദിക്കുന്നില്ലേ, ആ ഒരു ആകെ 2 പദേ ഉള്ളൂ അതിനകത്ത്. ആ 2 പദ് പഠിക്കണം. ഇതിനകത്ത് 2ാമത്തെ പദം ചോദിച്ചേക്കുന്നത് എഴുതിയിട്ടുണ്ട്. 19ാമത്തേത് സാധാരണ ചോദിക്കുന്ന ട്രാൻസ്ലേഷനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. സാധാരണക്കാട്ടി ഈ വിഭിന്ന എല്ലാത്തിൻ്റെയും അർത്ഥം തന്നിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹിന്ദി വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ചേർത്ത് എഴുതുമ്പോൾ എനിക്കൊരു മാച്ചിങ് കുറവ് തോന്നിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കി 2 കൂടെ അറ്റൻഡ് ചെയ്തു. ഇത് ഓറായിട്ട് എഴുതിയേക്കുന്നത്. പിന്നെ ഓർ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 20ാമത്തേത് പോസ്റ്റർ തയ്യാറാക്കൽ. പോസ്റ്റർ സ്ഥിരം പര്യാവരണ ദിവസത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ദിവസങ്ങളിൽ നടക്കുന്ന സ്കൂളിൽ നടക്കുന്ന ഭാഷൺ പ്രതിയോഗിതയാണ് സ്ഥിരം ചോദിക്കുന്നത്. അത് തന്നെ ചോദിച്ചു. 21ാമത്തേതാണെങ്കിൽ ഡയറി എഴുതാൻ, കുമാറിൻ്റെ ഡയറി എഴുതാനാണ് ചോദിച്ചത്. പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റേ ജമീൻ ഏക്ക് സ്ലേറ്റ് കാന, അതിനകത്തെ ആ കർഷകനില്ലേ പുള്ളിയുടെ ഡയറി, അതുപോലെ കല്യാണം കഴിക്കുന്ന പുള്ളിക്കാരിയില്ലേ ആ ആളുടെ ഡയറി, അതൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാ കൂടുതൽ പ്രതീക്ഷിച്ചെങ്കിലും വന്നത് കുമാറിൻ്റെ ഡയറി. പിന്നെ 22ാമത്തേത് ഫ്രൂട്ട് ജാം. ഒരു വിജ്ഞാപനം ഞാൻ ഇത്ര നാൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ വിജ്ഞാപനത് ഗ്യായാണ്, ഞാൻ ഇല്ല. അപ്പം വിജ്ഞാപനമാണെങ്കിൽ രുചി എന്നുള്ള ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ജാം, അതിനെ പറ്റിയിട്ട് എഴുതാൻ സ്ഥിരം ചോദിക്കുന്നതാണല്ലോ ഒരു അഡ്വർടൈസ്മെൻറ്റ്. 23ാമത്തേത് സാധാരണ നമുക്ക് മാച്ച് ദ ഫോളോയിങ് പോലെയാണ് വരുന്നതെങ്കിൽ പോലും ഈ വട്ടം ഇങ്ങനെ വട്ടത്തിനകത്താണ് വന്നത്. അപ്പം നമ്മൾ നേരെ എടുത്ത് എഴുതണം. അങ്ങനെ നേരെ എല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാരിഭാഷിക ശബ്ദാവലിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ മലയാളമായിട്ട് ഏതാണ്ടൊക്കെ ബന്ധമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം, നമ്മൾ മലയാളത്തിൽ എന്താ ഗുരുത്വാകർഷണ ബലം, വൈറസ്, അണു എന്നൊക്കെ പറയത്തില്ലേ, ഇവിടെ വിഷാണു. പിന്നെ എനർജി, ഊർജം. പിന്നെ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ. ആകെ ഇതിനകത്ത് ഒരു ബന്ധമില്ലാത്തത് സെസ്സും അതുപോലെ അഡ്വാൻസ്. പിന്നെ ഫിസിക്സ് ഭൗതികശാസ്ത്രം എന്നങ്ങനെയല്ലേ പറയുന്നത്, അപ്പോൾ ഭൗതികയും തന്നെ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. ആ 2 ഉള്ളൂ ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ അങ്ങനെ ചില വാക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മലയാളമായിട്ട് ഇതിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കണക്റ്റൊക്കെ ചെയ്ത് പഠിച്ചു വെക്കാം. പിന്നെ 24ാമത്തേത് പത്രിലിഖെ, അത് മറ്റേ സമീനിയൊക്കെ സ്ലേറ്റ് കാനാമേ, അതിനകത്തിലെ പിതാജി ദുഃഖത്തോടെ മോളുടെ വേർപിരിയലും അതുപോലെ തന്നെ മറ്റേ ഖേത്ത് നഷ്ടപ്പെടുന്നത്, അതിനെ 2നെയും പറ്റിയിട്ട് ദുഃഖത്തോടെ കൂട്ടുകാരൻ എഴുതുന്നൊരു കത്ത്, അത് എഴുതിയിട്ടുണ്ട്. ഞാനതുപോലെ 8 മാർക്കിൻ്റെ ഇത് മാത്രമല്ല അറ്റൻഡ് ചെയ്യാത്തത്, അത് ഓറായിരുന്നല്ലോ, ഏതെങ്കിലും 3 മതിയല്ലോ. 25ാമത്തേത് ഇത് അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് ഈ ചാപ്റ്റർ സുരിനാമെ പെഹ്ലാദിനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ വായിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വായിച്ചു, അല്ലെങ്കിൽ ആ കണ്ടൻറ്റൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരു ചാപ്റ്റർ പോലെ എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചാപ്റ്റർ തോന്നിയതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം നല്ലൊരു എക്സാം, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാവുന്ന തരം ഒരു എക്സാം ആയിരുന്നു. പിന്നെ ബാക്കി ഞാൻ Q&A ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയം പോലെ ഞാൻ Q&A, പിന്നെ ക്രിസ്മസ് വെക്കേഷൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.